സാലാർ. പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ ഉണ്ടാക്കിയെടുത്ത ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലാർ എന്നുള്ള മൂവി ഒരു ഹയർ എക്സ്പെക്റ്റേഷൻ ലെവൽ ഉണ്ടായിരുന്നു. അതിനൊത്ത് ഉയർന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ. പക്ഷെ എന്ന് വെച്ചിട്ട് സിനിമ മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം നമുക്കൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു കണ്ടന്റ് ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മുടെ സിനിമ കാണാനുള്ള മനോഭാവം തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലോ ബഡ്ജറ്റ് സിനിമകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് OTT-യിൽ കണ്ടാലും മതി എന്നുള്ളൊരു മനോഭാവമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മനോഭാവമുണ്ട്. കാരണം നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന ഒരു 200 രൂപ മുടക്കിയ ഒരു സിനിമ കാണുമ്പോൾ 200 അല്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ചാർജസ്, അതിൻ്റെ ഹാൻഡ്ലിങ് ചാർജസ് ആയി, അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ സ്നാക്കിങ്ങും എല്ലാം കൂടെയൊക്കെ വരുമ്പോഴത്തേക്കൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് ഒരു മൂവിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് വർത്ത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈ ബഡ്ജറ്റ് മൂവി നമ്മൾ പോയിരുന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അത് തരുന്നൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസും സൗണ്ട് എക്സ്പീരിയൻസും എല്ലാം കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ മുടക്കിയ കാശ് മുതലായി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഫീലിംഗ് എനിക്ക് ഈ സിനിമ തന്നു, തീർച്ചയായിട്ടും തന്നു. പിന്നെ സിനിമയിൽ എനിക്ക് ശരിക്കും ഒരു അബദ്ധം പറ്റിയതാണ്, അറിയാണ്ട് ബുക്ക് ചെയ്ത സമയത്ത് മലയാളമായിരുന്നു, ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കന്നഡയിൽ സിനിമ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ലാംഗ്വേജിൽ ആ മൂവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും ഡബ്ഡ് വേർഷൻസിൽ കിട്ടത്തില്ല. ഇപ്പോൾ അവരതിന് മാക്സിമം ത്രോട്ടിൽ ചെയ്ത് അതിന് പെർഫെക്ഷൻസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എങ്കിലും അത്രത്തോളം ആ ഒരു സിനിമ ജനിക്കുന്ന ഭാഷയുടെ ആ ഒരു ഫീലൊന്നും മറ്റ് ലാംഗ്വേജസിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ തമിഴാണ് കാണാൻ ഉദ്ദേശിച്ചത്, എന്തായാലും തമിഴ് ഒന്നും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ, അത് പ്രശാന്ത് നീലിൻ്റെ ഒരു ബിസിനസ് മാജിക് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എല്ലാ സിനിമകളും ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളും അതിൻ്റെ അങ്ങനെ വ്യാപ്തി അങ്ങനെ വളരെ വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ മഹാഭാരതം പോലെ കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒറ്റ വാച്ചിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഓണം കൂടെ കണ്ടാൽ മാത്രമേ ഏകദേശം ഇന്ന കഥാപാത്രങ്ങൾ, അപ്പോൾ ഇനി അടുത്ത പാർട്ടും ഉണ്ട്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഇതിൻ്റെ ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പ്രശാന്ത് നീലിൻ്റെ ഒരു ബിസിനസ് സ്ട്രക്ചറിങ് ആണ്. പക്ഷേ എങ്കിലും നല്ല മൂള വേണം അങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. കാരണം ഇതിനിടയിൽ കൂടെ തന്നെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ പറഞ്ഞു പോകണം. എനിക്ക് അവിടെ ഒരു ചെറിയൊരു പ്രശ്നം തോന്നി. അത് ശ്രുതി ഹാസൻ്റെ കഥാപാത്രമാണ് ഇതിനകത്ത് നമ്മൾ KGF-ൽ പാസ്റ്റ് കഥ പറഞ്ഞ് പാസ്റ്റിലോട്ട് പോണ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ആ സെയിം ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലൊക്കെ ഇതിനകത്തും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് എന്തൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഇമ്പാക്റ്റ് ഇതിന് കൊടുക്കാൻ പറ്റിയില്ല. അത് പല കാര്യത്തിലും KGF ഉണ്ടാക്കിയെടുത്ത, KGF എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞതാണ്, ആഷ് നടൻ്റെ ആ ഒരു ഡെഡിക്കേഷനും ക്യാരക്ടറിനെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതും ആ അമ്മ മകൻ ബോണ്ടേജും ഇതെല്ലാം കൂടെ ഒരു ഭയങ്കര ഗൂസ് ബം ഫീൽ അതിനകത്ത് ഓവറോൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും ആ സിനിമ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്ന ആ ഒരു എടുത്തിട്ടുള്ളൊരു ഡയലോഗാണ്. അതായത് സുയനിലത്തുക്കാക വാണ്ട് കിട്ടിരിക്കുന്ന എന്ത് ഉലകം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനൊക്കെ തന്നൊരു ഇമ്പാക്റ്റ്, ആ ഡയലോഗ് തന്നൊരു ഇമ്പാക്റ്റ് ആയിരുന്നാലും അതൊന്നും എനിക്ക് തോന്നുന്നു വേറെ ഒരു സിനിമയിലും നമ്മൾ അങ്ങനെ ഒരു സംഭവമേ കണ്ടിട്ടില്ല. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ആദ്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു മൂവിയിൽ കിട്ടുന്നത്. അതിൻ്റെ ഒരു പവറും ആ സമയത്തുള്ള മ്യൂസിക്കിൻ്റെ എഫക്റ്റും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സലാർ വളരെ വീക്കായിട്ട് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡയലോഗ്സ് ഒന്നും ഒരു പവറില്ല. അതിന് ശരിക്കും കന്നഡയിൽ വരുമ്പോഴത്തേക്ക് അതിന് പവർ ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ മറ്റതിൽ വന്നിട്ട് ഓരോരോ ലാംഗ്വേജിലും അത് നമുക്ക് എടുത്ത് അറിയിക്കുന്നുണ്ടായിരുന്നു. KGF-നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫാസ്റ്റ് പേസിൽ പോകേണ്ട സമയത്ത് അത് ഫാസ്റ്റ് പേസിൽ പോവുകയും ചെയ്യും. എന്നാൽ ഒരു സ്ലോ മൊമെൻറ്റിലോട്ട് അദ്ദേഹം അതിനെ പിടിച്ച് നിർത്തിയിട്ടാണ് അതിൻ്റെ ഇമോഷൻസിനെ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും ഭയങ്കര എഫക്റ്റായിരുന്നു. ഇതിനകത്തും ആ ഒരു അമ്മ മകൻ ബോണ്ടേജ് ഒരു പരിധിവരെ അതില്ലാതെ ഈ മൂവിക്കും സ്ട്രെങ്ത് ഇല്ലെന്നുള്ളതുകൊണ്ട് ഇതിനകത്തും അത് കുറേയൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വെറും ഫ്രണ്ട്ഷിപ്പ് വെച്ചത് ബോണ്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനകത്തും ഒരു അമ്മ മകൻ ബോണ്ടേജ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ എയർലി ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുട്ടിയായിട്ടുള്ള ക്യാരക്ടർ ആ കഥാപാത്രത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ രണ്ട് കുട്ടികളാണ്. അത് ശരിക്കും ആ പൃഥ്വിരാജുമായിട്ട് നല്ല റിസംബ്ലൻസ് ഉള്ളൊരു പയ്യനുമാണ്. നല്ല രസമുണ്ട്, അവൻ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. തുടക്കത്തിൽ ആ രണ്ടുപേർക്കും സിനിമയ്ക്കൊരു കഥാപാത്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആ ഒരു ലോകം ഖാൻ സാർ എന്ന് പറയുന്ന ഒരു ലോകത്തെ കൊണ്ട് കാണിക്കാനും ഒക്കെ ഈ രണ്ട് കുട്ടികൾ വിചാരിച്ചപ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് അത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എല്ലാം KGF-ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശാന്ത് നീൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ വർക്കുകൾ കാണാനുള്ള ഒരു ആകാംക്ഷ
കൂടുതലായിട്ട് മാറുന്നത്. ഈവൻ ഈ സാലാർ തന്നെ എന്ന് വരും എന്നുള്ള നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല ഗംഭീരമായിട്ട് ഫൈറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും ആ ഒരു ഫൈറ്റിലുള്ളൊരു സീനാണ് ആ ബട്ടർഫ്ലൈ ചിറക് വിരിച്ച പോലെ കത്തികളൊക്കെ ഇങ്ങനെ ബാക്കിൽ കൂടെ പറക്കുന്നത് ഒരു സീൻ നമ്മൾ ട്രെയിലർ കട്ട്സിലൊക്കെ കണ്ടതാണ്. പ്രഭാസ് അങ്ങനെ കയറി മേയുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. സമയത്ത് പൃഥ്വിരാജ് എന്തിനാ ഇങ്ങനെ കണ്ണുടച്ച് നിന്നെന്നുള്ളത് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഫീലൊക്കെ തരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഡയലോഗ്സ് വരുമ്പോഴത്തേക്ക് വളരെ ഓഫായിട്ടുണ്ട്. ഈ ഡയലോഗ്സ് പറഞ്ഞ പോലെ തന്നെ KGF സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള പാട്ടുകളെന്ന് മാത്രമല്ല ഓരോ സന്ദർഭത്തിലും രവി ബാസ്രൂർ കൊടുത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള BGM ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള ഒരു നമുക്കൊരു സീനിനെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ കൊടുക്കുന്ന ഒരു BGM, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് എനിക്ക് എത്രത്തോളം വർക്കായില്ല. പിന്നെ ഇതിൻ്റെ ഫൈറ്റ് സീനുകളിലൊക്കെ നല്ല BGM തന്നെയാണ്. ആ ഒരു എലിവേറ്റ് ചെയ്യുന്ന, ആ സീനിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് തന്നെ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പർട്ടിക്കുലർ സീനിൽ നമുക്ക് അങ്ങനെ നമ്മുടെ മനസ്സിൽ രജിസ്റ്ററായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്യൂൺ നമ്മുടെ മനസ്സിരിക്കുന്ന രീതിയിലൊന്നും ഇതിനകത്ത് ഒരു സംഭവങ്ങളും ഇല്ല. എനിക്കത് അത്രത്തോളം ഫീൽ ചെയ്തില്ല. കാരണം KGF നമുക്ക് ഇപ്പോഴും പല സീനുകളിലും ഇന്ന മ്യൂസിക് എന്നുള്ള നമ്മുടെ മനസ്സിൽ അങ്ങ് ഫുള്ളി രജിസ്റ്റേർഡ് ആണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ KGF എന്ന് പറയുന്ന സിനിമയ്ക്ക് ശരിക്കും അതിനകത്ത് എടുത്ത എഫേർട്ട്, ആക്ടർ എടുത്ത എഫേർട്ടായിരുന്നാലും പ്രശാന്ത് നീലിൻ്റെ എഫേർട്ടായിരുന്നാലും ഓവറോൾ അതൊരു വലിയ എഫേർട്ട് എടുത്തപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുന്ന കണക്കുള്ളൊരു ബ്ലെസ്സിങ് ആ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ അധ്വാനത്തിന് പ്രകൃതി തരുന്ന ഒരു അനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു എന്തോ ഒരു പൾസ് ഫാക്ടർ ആ ഒരു മൂവിക്കുണ്ട്. അത് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഈ സിനിമ അതുപോലെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു എഫേർട്ട് തന്നെയാണ്. ഒരുപാട് കാസ്റ്റുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വലിയ ക്യാൻവാസ് ആക്കി തന്നെയാണ് ഈ സിനിമേനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൊടുത്ത കാശ് മുതലായതുകൊണ്ട് ഈ മൂവിക്ക് ഞാൻ IMDbയിൽ ഔട്ട് ഓഫ് 10 ഒരു 8.5 9 റേറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഓക്കോർഡായിട്ട് തോന്നിയത് പ്രഭാസും പൃഥ്വിരാജും കൂടെ ഉള്ളൊരു അവസാനത്തെ ഒരു സീനുണ്ട്. ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. ആ സമയത്ത് ഇവരുടെ ഒരു കോൺവെർസേഷനുണ്ട്. അത് ആ ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ ഫാൻ ബേസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഡിസ്കഷനാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര സെൽഫ് പുകഴ്ത്തൽസാണ് അതിനകത്ത് നടക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഡയലോഗ്സ് അല്ല. അതാണ് നമുക്ക് ഭയങ്കര, എനിക്ക് ആ ഡയലോഗ്സ് കേട്ടിട്ട് എനിക്ക് ഭയങ്കര എന്തിനിങ്ങനെയൊക്കെ എഴുതി വെച്ചെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം സിനിമ ഇങ്ങനെ ഭയങ്കര ഒരു ലോകമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാൻസാർ എന്ന് പറയുന്ന ഒരു ലോകം, അതിൻ്റെ ഒരു എഫക്റ്റ് ആ സിനിമ ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സ് ശരിക്കും ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയിലെ ഒരു ഒളിഞ്ഞിരിക്കുന്ന പ്രിൻസസ് എന്ന് പറയുന്നത് പ്രഭാസ് ആണെന്നുള്ളത് എവിടെയൊക്കെ വെച്ച് ഫീൽ ചെയ്ത് തുടങ്ങിയിരുന്നു. അത് എൻഡിങ്ങിൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പീക്കിലെത്തുന്നത്. എന്തായാലും അടുത്ത പാർട്ടിൽ അത് ഭയങ്കര ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എന്തായാലും അടുത്ത എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ ഡിസ്കഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.